ഹായ് മക്കളെ, നമ്മുടെ ഓണം എക്സാമിനേഷന് വെറും 20 ദിവസം കൂടി മാത്രമേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. പല കുട്ടികൾക്കും സംശയമാണ് ഓരോ സബ്ജക്റ്റിലും എത്ര ചാപ്റ്റർ വീതമാണ് പഠിക്കേണ്ടത്. അതേപോലെ തന്നെ ഓരോ ചാപ്റ്ററിൻ്റെയും ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആകാംക്ഷ കാണുമെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ വാട്സാപ്പ് ചാനലിനെ കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തുക. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, ചില കുട്ടികളൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയും ജോയിൻ ചെയ്യാത്ത കുട്ടികൾ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഫേവറേറ്റ് ഫാക്കൽറ്റി ആയിരിക്കും അതിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മക്കളെ, നമ്മുടെ ഫിസിക്സിലൂടെ തന്നെ നമുക്ക് വരാം. ഫിസിക്സിൽ ഓണം എക്സാമിനേഷന് എത്ര മാർക്കിനൊക്കെയാണ് ഓരോ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വന്നാലോ. ഫസ്റ്റ് ചാപ്റ്ററായ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് എന്ന ചാപ്റ്ററിൽ നിന്ന് ഏകദേശം 15 മുതൽ 18 മാർക്ക് വരെയാണ് എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകുന്ന ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന SA യൂണിറ്റിനെ കുറിച്ചാണ്. 7 ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും അതേപോലെ തന്നെ നമ്മുടെ സപ്ലിമെന്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെയും SA യൂണിറ്റ് മക്കളെ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ട് പോകുക. ദെൻ അടുത്തത് നമ്മുടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉറപ്പായും എക്സാമിനേഷൻ ചോദിക്കുന്നതാണ്. പിന്നെ വരുന്ന ഡയമെൻഷൻ അനാലിസിസും അതിൻ്റെ 2 ആപ്ലിക്കേഷനും പ്രിൻസിപ്പിൾ ഹോമോജിനിറ്റി മക്കളെ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ട് തന്നെ പോവുക. ഇനി നമ്മുടെ അടുത്ത ചാപ്റ്ററായ നമ്മുടെ മോഷൻ്റെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഏകദേശം 20 മുതൽ 22 മാർക്ക് വരെയാണ് എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത്. ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ട് പോകേണ്ടത്? ആദ്യമായി ഞാൻ പറയുന്നു, എന്താണ് വെലോസിറ്റി, ടൈപ്പ് ഓഫ് വെലോസിറ്റി, അതേപോലെ തന്നെ ഇക്വേഷൻ ഓഫ് മോഷൻ, അത് വെച്ചുള്ള പ്രോബ്ലം നിങ്ങൾ എല്ലാവരും നോക്കിയിട്ട് പോവുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകേണ്ടത് നമ്മുടെ ഗ്രാഫ് തന്നെയാണ്. പൊസിഷൻ ടൈം ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫും ആക്സിലറേഷൻ ടൈം ഗ്രാഫും. ദെൻ ആ ഗ്രാഫിൽ നിന്നെല്ലാം ഇക്വേഷൻ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യാൻ മക്കളെ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്റർ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകേണ്ടത്. മക്കളെ, അടുത്ത ചാപ്റ്ററാണ് നമ്മുടെ മോഷൻ്റെ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ചാപ്റ്ററിനെ വെയിറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. 18 മുതൽ 20 മാർക്ക് വരെയാണ് ആ ചാപ്റ്ററിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ആ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിച്ചിട്ട് പോകേണ്ടത് നമുക്ക് നോക്കിയാലോ. ആദ്യമായി നമുക്ക് നോക്കാം, വെക്ടറിനെ കുറിച്ചും സ്കെയിലാറിനെ കുറിച്ചും നല്ലൊരു ധാരണ മക്കളെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി വെക്കുക. ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റി തന്നാൽ അത് വെക്ടർ ആണോ സ്കെയിലാർ ആണോ എന്ന് അറിഞ്ഞിരിക്കുക. 1 മാർക്കിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നീട് വരുന്നത് നമ്മുടെ പാരലോഗ്രാം ലോ വെക്ടർ ഡിവിഷൻ ആണ്. അവിടെ നിന്നും റിസൾട്ടന്റ് കണ്ടുപിടിക്കാനുള്ള അനലിറ്റിക്കൽ മെത്തേഡ് നമ്മളോട് ചോദിക്കുന്നതാണ്. ദെൻ വരുന്നത് പ്രൊജക്റ്റൈൽ മോഷൻ ആണ്. പ്രൊജക്റ്റൈൽ മോഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഡെറിവേഷൻ, ടൈം ഓഫ് ഫ്ലൈറ്റ്, അതേപോലെ തന്നെ റേഞ്ചിൻ്റെ ഡെറിവേഷൻ, ദെൻ ഹൈറ്റിൻ്റെ ഡെറിവേഷൻ. ഈ 3 ഡെറിവേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക. ദെൻ അതിനുശേഷം വരുന്നത് നമ്മുടെ യൂണിഫോം സർക്കുലാർ മോഷനാണ്. യൂണിഫോം സർക്കുലാർ മോഷനകത്തും 2 ഡെറിവേഷൻ ഉണ്ട്. ആദ്യമായി ആങ്കുലാർ വെലോസിറ്റി ഡെറിവേഷൻ, ദെൻ വരുന്നത് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഡെറിവേഷൻ. ഇത് 2 മക്കളെ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ട് പോവുക. ദെൻ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ലോസ് ഓഫ് മോഷൻ ആണ്. ഈ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഏകദേശം 20 മുതൽ 22 മാർക്ക് വരെയാണ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകേണ്ടത് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ നന്നായിട്ട് പഠിച്ചു വെക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ലോ ഓഫ് കൺസർവേഷൻ മൊമെൻറ്റം, അതിൻ്റെ ആപ്ലിക്കേഷന് വരുന്ന റീകോയിൽ ഓഫ് ഗൺ ആണ്. ദെൻ ഫ്രിക്ഷനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാക്കി വെക്കുക. അവിടെ നിന്നും ലോസ് ഓഫ് ഫ്രിക്ഷൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പിന്നീട് വരുന്നത് നമ്മുടെ ബാങ്കിങ് ഓഫ് റോഡും അതേപോലെ തന്നെ സർക്കുലർ ലെവൽ റോഡുമാണ്. ഈ 2 ഡെറിവേഷനാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കളെ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ട് പോകേണ്ടത്. അപ്പോൾ ഫിസിക്സിൻ്റെ കാര്യം ഇത്രയൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഉറപ്പാണ് എക്സാമിനേഷൻ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, സൈലം ടീം നിങ്ങളുടെ കൂടെയുണ്ട്. ഈ ഓണം എക്സാമിനേഷന് നമ്മൾ ആദ്യമായി നേരിടാൻ പോകുന്ന എക്സാമിനേഷന് മുഴുവൻ മാർക്ക് തന്നെ നമ്മൾ വാങ്ങിയെടുക്കും. 10ാം ക്ലാസ്സിൻ്റെ അതേ റിസൾട്ട് തന്നെ നമുക്ക് ഇവിടെ ഉറപ്പിക്കണം. അപ്പോൾ സൈലത്തിനൂടെ കൂടിക്കോ, നമുക്ക് തകർത്ത് പഠിക്കാം അവിടെ മക്കളെ.